ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന സേതുവിൻ്റെയും പല്ലവിയുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. നമ്മുടെ രാജലക്ഷ്മി ദേഷ്യത്തോടെ വന്നവിടെ ഇരിക്കുക. അപ്പോൾ ഇന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി രാജലക്ഷ്മിയുടെ മുഖത്ത് കടന്നൽ കുത്തിയോ? കടന്നലല്ല, ആന വന്ന് കുത്തിയാൽ മതിയായിരുന്നു. എന്തായാലും കുത്തിയ ആനയുടെ കൊമ്പൊടിയും, അല്ലാതെ അമ്മയ്ക്ക് എന്ത് സംഭവിക്കാനാ? അത്രയ്ക്ക് തൊലിക്കട്ടിയാണല്ലോ എൻ്റെ അമ്മയ്ക്ക്. അതേടാ, എനിക്ക് തൊലിക്കട്ടി കുറച്ച് കൂടുതലാടാ, അതുകൊണ്ടാടാ നിനക്ക് വേണ്ടിയിട്ട് പലരുടെയും കാല് പിടിക്കാൻ വേണ്ടി ഞാൻ പോയത്. പക്ഷേ അവരൊക്കെ എന്നെ പുറം കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ആ പൊന്നമ്മ ബ്രോക്കറുടെ കാല് പിടിക്കാൻ പോയതാ. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ, ആ സ്ത്രീയെ കണ്ടാൽ മൈൻഡ് ചെയ്യരുത്, അവർ ഒരുത്തിക്കാരണം എൻ്റെ ജീവിതം ഈ വിധമായത്, വഴിയാധാരമായി പോയത് എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ അത് പൊന്നമ്മ ബ്രോക്കറുടെ കുഴപ്പം കൊണ്ടല്ല, നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാ. ആദ്യ രാത്രി പഴയ കാമുകിയോട് ചൊല്ലിക്കൊണ്ടിരുന്ന ഏതെങ്കിലും പെമ്പിള്ളാർ കേട്ടോണ്ടിരിക്കോ? ആ പല്ലവി നിൻ്റെ നെറ്റിയടിച്ച് പൊളിച്ചതല്ലേ ഉള്ളൂ, വേറെ ആരെങ്കിലും ആയിരുന്നു നിൻ്റെ കഴുത്ത് വെട്ടിയെടുത്താനെ എന്നൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞപ്പോഴേക്കും ഇന്ദ്രൻ ചാടി കഴിഞ്ഞിട്ട് കേട്ടോ, ദേ എന്നെ നോവിച്ചതിനുള്ള തിരിച്ചടി ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും. അതെൻ്റെ ഒരു വാശി. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവരും, നോക്കിക്കോ. എന്നിട്ട് എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഞാൻ ദ്രോഹിക്കും. എനിക്കും അത് തന്നെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പൊന്നമ്മ ബ്രോക്കറെ പോയി കണ്ടതും. എങ്ങനെയെങ്കിലും അവളുടെ അച്ഛനോടും അമ്മയോടും ഒന്ന് സംസാരിക്കണം എന്ന് പറയാനായിട്ട്. പക്ഷേ ആ എറണംകെട്ട പെണ്ണും പിള്ള എനിക്ക് വേണ്ടി സംസാരിക്കില്ല എന്ന്. എങ്ങനെയൊക്കെ നല്ലവളായിട്ട് അഭിനയിക്കാമോ ആ രീതിയിലൊക്കെ ഞാൻ അഭിനയിച്ചു. പക്ഷേ അവർ പറയുന്നത് പല്ലവിയുടെ പൊന്നമ്മയുടെ മുന്നിൽ നാടകം കളിക്കല്ലേ രാജലക്ഷ്മി എന്നും പറഞ്ഞ് എന്നെ ഒരു ഒറ്റ ആട്ട്. പിന്നെ ഞാനവിടെ നിന്നില്ല. അമ്മയ്ക്ക് അവരെ കാണാൻ പോകുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറയത്തില്ലായിരുന്നോ? പറഞ്ഞാൽ നീ സമ്മതിക്കുമോ? ഇല്ലല്ലോ. അതാ ഞാൻ പറയാതിരുന്നത്. ഒരു മാസമെങ്കിലും പല്ലവി എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരണം. എനിക്ക് കളിയാക്കിയവരുടെ മുന്നിൽ തലയുയർത്തി പിടിച്ചു നിൽക്കണം. എന്നിട്ട് നീ അവളെ കൊന്നോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ അമ്മ സന്തോഷിക്കാൻ തയ്യാറായിക്കോ. പല്ലവിയെ ഞാൻ ഇവിടെ കൊണ്ടുവരും. എനിക്ക് നിൻ്റെ വാക്കിലിപ്പോൾ അത്രയ്ക്ക് വിശ്വാസമൊന്നുമില്ല. നീ അവളെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നൊന്ന് നിർത്തി കാണിക്കുക, അപ്പം ഞാൻ വിശ്വസിക്കാം. അപ്പോഴേ ഞാൻ വിശ്വസിക്കൂ എന്നും പറഞ്ഞ് രാജലക്ഷ്മി അങ്ങ് പോയി. ഇന്ദ്രന് നല്ല കലി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ പല്ലവി തല്ലിപ്പടിച്ച് സ്കൂളിൽ വന്നിട്ടുണ്ട്, കോളേജിൽ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ആന ടീച്ചർ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. ആന ടീച്ചറിന് അങ്ങനെ ഡാൻസ് ഒന്നും അറിയില്ലെങ്കിൽ 1, 2, 3 ഒക്കെ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയൊക്കെ പഠിപ്പിക്കുകയാണ്. എന്തായാലും പല്ലവി ഓടി വന്നു, ബാക്കി പഠിപ്പിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. ഓരോന്നൊക്കെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക. അപ്പോൾ പല്ലവി താമസിച്ചതിനെക്കുറിച്ച് ആന ടീച്ചർ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആന ടീച്ചർ ചോദിച്ചു, തനിക്കൊരു 2 വീലർ മേടിക്കത്തില്ലേ? അത് അച്ഛൻ്റെ 2 വീലർ പണ്ട് എടുത്തുകൊണ്ട് പോയി ഒന്ന് മറിഞ്ഞു വീണുകൊണ്ട് പേടിയാ, അതാ മേടിക്കാത്ത. ഇത് കേട്ട് കുട്ടികൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പല്ലവി ഡാൻസ് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരിക്കും ഉണ്ണിക്കുട്ടനും അരികിലേക്ക് ഈ സേതു വരികയാണ് കേട്ടോ. ഹരി, ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ കോളേജിൽ എത്തിച്ചോ? എല്ലാം എത്തിച്ചു. അതൊന്ന് അടുക്കി പിറക്കി വെക്കണം. അല്ല, മിത്രേട്ടൻ എവിടെ? ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ, ഇതുവരെ വന്നിട്ടില്ല. മിത്രേട്ടനോട് പറയണം സേതുവേട്ടാ, കോളേജിലേക്ക് വന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. ഈ പെൺപിള്ളേരെ കാണുമ്പോൾ കവാത്ത് മറക്കണ പരിപാടി, പിന്നെ ഫോൺ നമ്പർ ചോദിക്കുന്നൊരു ഏർപ്പാട്, അങ്ങേരെ അടിമേടിച്ചാൽ നമുക്ക് കൂടി നാണക്കേടാട്ടോ. ഞാനൊന്നും പറയാൻ പോകുന്നില്ല, നീ തന്നെ അയാളെ അങ്ങ് കൺട്രോൾ ചെയ്താൽ മതി. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ നിന്നാൽ എൻ്റെ കൺട്രോൾ പോവും. അമ്മാതിരി അയാൾ. അതേ വരുന്നുണ്ട്, മന്മത കുഞ്ചൻ എന്നും പറഞ്ഞപ്പോൾ മിത്രം വരും കേട്ടോ. നിങ്ങളെന്താ ചായ കുടിക്കാൻ തമിഴ്നാട്ടിലേക്കാണോ പോയത് എന്ന് ഹരി ചോദിച്ചപ്പോൾ, നല്ല ചായ കുടിക്കാൻ തമിഴ്നാടല്ല ഹൈദരാബാദ് വരെ വേണേലും പോകും. എന്താ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? അയ്യോ, എനിക്കെന്ത് കുഴപ്പം, സന്തോഷമേ ഉള്ളൂ. അത്രയും നേരം നിങ്ങളെ സഹിക്കണ്ടല്ലോ. അപ്പോഴേക്കും സേതു പറഞ്ഞു, ഒന്ന് മിണ്ടായിരിക്കും ഹരി. അപ്പോഴേക്കും മിത്രൻ പറഞ്ഞു, പൊന്നമ്മ ബ്രോക്കറെ കാണാനായിട്ടേ ഇന്ദ്രൻ്റെ തള്ള രാജലക്ഷ്മി ചെന്നായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തിനാ ചെന്നത്? അത് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല്ലവിയെ തിരിച്ച് ഇന്ദ്രൻ്റെ കൂടത്തിൽ വിടണമെന്ന്. പൊന്നമ്മ ബ്രോക്കർ തമിഴിലും കന്നഡയിലും ഹിന്ദിയിലും ഒക്കെ അറിയാവുന്ന തെറി മൊത്തം പറഞ്ഞു എന്നാണ് കേട്ടത്. അപ്പോഴേക്കും നമ്മുടെ സേതു ചിരിക്കുകയാണ്. എന്നിട്ട് സേതു പറഞ്ഞു, ഇനി സ്വർണം കൊണ്ട് തുലാഭാരം നടത്താമെന്ന് പറഞ്ഞാലും ചത്ത പോലും പല്ലവി ഒരിക്കലും അങ്ങോട്ടേക്ക് തിരിച്ചു പോകത്തില്ല. ഒരിക്കലും പല്ലവിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. പല്ലവി പോവുമില്ല. അവൻ്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതാണെന്നാ പല്ലവി പറയുന്നത്. അല്ലെങ്കിലും അവനെപ്പോലെ ഒരു വൃത്തികെട്ടവൻ്റെ ഭാര്യയായിട്ട് തുടരാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? അപ്പോഴേക്കും ഹരി പറഞ്ഞു, ഇനി പല്ലവി ചേച്ചി ആഗ്രഹിക്കേണ്ടത് സേതുവേട്ടൻ്റെ ഭാര്യ ആവാനായിരിക്കണം. അതിന് സേതുവേട്ടൻ ഇഷ്ടം തുറന്ന് പറയണ്ടേ? മനസ്സ് വെച്ചുകൊണ്ടിരുന്നാൽ പല്ലവി ചേച്ചി എങ്ങനെ അറിയാനാ? അപ്പോൾ ഹരി പറഞ്ഞു, ശരിയാ സേതുവേട്ടാ, കോളേജിലെ പരിപാടി കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് സേതുവേട്ടൻ ഇഷ്ടം തുറന്ന് പറയണം. അതെ സേതു, ഇനി അതിനൊരു താമസം വേണ്ട എന്ന് മിത്രൻ ചേട്ടനും പറയുകയാണ്. അപ്പോഴേക്കും സേതു പറഞ്ഞു, പറയണം എന്നൊക്കെ തീരുമാനിച്ചുറച്ചിങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൂർണ്ണിമയും കുറുപ്പും കൂടെ ആ ഒരു പൊന്നുമടത്തിൽ വന്നിട്ട്
കുറിപ്പ് വന്നതാണ്. സംസാരിക്കുകയാണ്. അച്ചുവിൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇനി അച്ചുവിൻ്റെ കല്യാണക്കാര്യത്തിലൊരു താമസം വേണ്ട, എത്രയും പെട്ടെന്ന് അത് നടത്തണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ കുറിപ്പ് പറഞ്ഞു, ഞാൻ സേതുവിനോടും കൂടി ഇക്കാര്യം ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ പോയി സന്ദീപിൻ്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം. അപ്പോഴേക്കും ബേബി ചേച്ചി ജ്യൂസൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു, എന്തായാലും പൂർണ്ണിമേച്ചിയോടുള്ള ദേഷ്യം മാറിയതുകൊണ്ട് സേതു കല്യാണത്തിന് മുമ്പിൽ തന്നെ കാണും. അതങ്ങനെ തന്നെയല്ലേ വേണ്ടത്. പ്രത്യേകിച്ച് മാധവൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സ്ഥാനത്ത് കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഉത്തരവാദിത്തം സേതുവിന് തന്നെയാണല്ലോ. എന്നാലും എൻ്റെ മാധവേട്ടന് എൻ്റെ മോളുടെ കല്യാണം കാണാൻ പറ്റാതെ ആയല്ലോ, ഭാഗ്യമില്ലാണ്ടായി പോയല്ലോ എന്ന് പറഞ്ഞ് പൂർണ്ണിമ ആകെ സങ്കടപ്പെടുകയാണേ. മാധവേട്ടൻ്റെ സ്വപ്നമായിരുന്നു അച്ചുമോളുടെ കല്യാണം നാടും നാട്ടാരും ഒക്കെ അറിഞ്ഞ് വൻ ആഘോഷമാക്കണം എന്നായിരുന്നു മാധവേട്ടൻ്റെ ആഗ്രഹം എന്നൊക്കെ പൂർണ്ണിമ പറഞ്ഞപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം, മാധവൻ്റെ ആഗ്രഹം പോലെ തന്നെ ചെയ്യാം. ഞാൻ എന്തായാലും ജോൽസിനെ പോയി കണ്ട് അടുത്ത ഏതെങ്കിലും നല്ല മുഹൂർത്തം ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ. ആ ഗ്രഹനില ഇങ്ങോട്ട് എടുത്തോ. സന്ദീപിൻ്റെ അച്ഛനോട് സംസാരിക്കുന്നതിന് മുമ്പ് മുഹൂർത്തം കുറിച്ച് വാങ്ങിച്ചാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു യാത്ര ഒഴിവാക്കാമല്ലോ. അത് ശരിയാട്ടോ എന്ന് ബേബി ചേച്ചിയും. അങ്ങനെ മോളുടെ ഗ്രഹനില എടുക്കാനായിട്ട് നമ്മുടെ പൂർണ്ണിമ അങ്ങോട്ടേക്ക് പോവുകയാണ്. കല്യാണം നടത്താനുള്ള ഏർപ്പാടൊക്കെ സേതുവിൻ്റെ കമ്പനിക്ക് തന്നെ കൊടുക്കണം എന്ന് ബേബി ചേച്ചി പറഞ്ഞപ്പോൾ അത് അവൻ ഏറ്റെടുത്ത് ചെയ്തോളൂല്ലോ, അവൻ്റെ അനിയത്തിൻ്റെ കല്യാണമല്ലേ. അപ്പോൾ ബേബി ചേച്ചി പറഞ്ഞു, എന്തായാലും സേതു മിണ്ടാൻ തുടങ്ങിയ പിന്നെ പൂർണ്ണിമ ചേച്ചിയുടെ മുഖത്തൊരു സന്തോഷമുണ്ട്. പക്ഷേ ഋതുക ഇപ്പോഴും കലിപ്പി തന്നെയാണ്, പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പോൾ കുറിപ്പ് പറഞ്ഞു, അതൊക്കെ മാറും. അവളും സോദിയൊക്കെ സേതുവിനെ വല്യേട്ടനായി അംഗീകരിക്കുന്ന ദിവസവും വരും, അതും വിദൂരമല്ല. എന്തായാലും പൂർണ്ണിമ ഗ്രഹനിലയായിട്ട് വന്നു. ബേബി ചേച്ചി ആണെങ്കിൽ ബാക്കി ജ്യൂസ് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് അങ്ങ് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ പൂർണ്ണിമ മാധവമേനോൻ്റെ ഫോട്ടോയ്ക്ക് അരികിൽ പോയി നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കുറിപ്പ് ഇത് കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും മാധവൻ നേരത്തെ പോയാൽ കുറിപ്പിനും ആകെ സങ്കടമുണ്ട്. ബേബി ചേച്ചി ജ്യൂസൊക്കെ ആയിട്ട് ഋതികയ്ക്കും അതുപോലെ അച്ഛനും അരികിലേക്ക് ചെന്നു. രണ്ടുപേരും ചെടി നനച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. ജ്യൂസ് എടുത്ത് രണ്ടുപേരും കുടിച്ചു. കുറുപ്പേട്ടനും പൂർണ്ണിമേച്ചിയും കൂടെ അച്ഛമ്മളുടെ കല്യാണക്കാര്യം സംസാരിക്കുക. അപ്പോഴേക്കും അച്ഛൻ്റെ മുഖത്തൊരു നാണമൊക്കെ ഉണ്ട്. മിക്കവാറും നല്ലൊരു മുഹൂർത്തം നോക്കി ഉടനെ തന്നെ മോളുടെ കല്യാണ തീയതി കുറിക്കും. അച്ഛൻ്റെ ഭയങ്കര നാണം. സന്തോഷമായില്ലേ? അപ്പോഴേക്കും നമ്മുടെ ഋതിക ചോദിച്ചു, സന്ദീപ് നിന്നെ വിളിക്കാറൊന്നും ഇല്ലേ? കുറച്ച് ദിവസമായി വിളിച്ചിട്ട്. അല്ല, നീ അങ്ങോട്ട് വിളിക്കാറില്ലേ? ഞാൻ അങ്ങോട്ട് വിളിക്കാറില്ല. അല്ല, വിളിക്കുമ്പോൾ സന്ദീപ് നിന്നോട് സ്നേഹത്തിലാണോ സംസാരിക്കുന്നത്? കുഴപ്പമില്ല. എന്താടി, എന്തു പറ്റി? ഋതിക കേട്ടോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒന്നുമില്ല. നീ എന്തെങ്കിലും കൊണ്ടേ പറ. ഒന്നുമില്ലടി, ഒന്നുമില്ല. അല്ല, നമ്മുടെ അച്ഛൻ്റെ മരണത്തിന് അച്ഛൻ മരിച്ചപ്പോൾ സന്ദീപ് വന്നായിരുന്നോ? ഇല്ല. നീ എന്താ വരാത്തതെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പോൾ കല്യാണത്തിന് മുമ്പ് മരണാനന്തര ചടങ്ങുകൾക്ക് വരുന്നത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു. എന്തായാലും ഋതികയ്ക്കൊരു സംശയം പോലെ ഉണ്ട് ആ ഒരു ചെറുക്കനെ. എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ടല്ലോ എന്ന് ഋതിക. എന്തായാലും കോളേജിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ സേതുവും ടീമും. മിത്രനാണെങ്കിൽ വലിയ ആൾ കളിച്ച് മുന്നാലെ അങ്ങോട്ട് പോകുക കേട്ടോ, ഒന്നും പിടിക്കുകയൊന്നും ചെയ്യാതെ. ബാക്കി എല്ലാവരുടെ കയ്യിൽ ഒരു 100 കൂട്ടം സാധനമുണ്ട്. അവസാനം ഉണ്ണിക്കുട്ടൻ മിത്രൻ്റെ തലയിലേക്ക് ഒരു സോഫ അങ്ങോട്ട് കൊണ്ട് വെച്ചു കൊടുത്തു. ഈശ്വര എന്നും പറഞ്ഞ് മിത്രനെ ആടിയാടി പോകുന്നുണ്ട്. ഈടാ ഇത് പിടിക്കടാ, ഇത് എന്തൊരു വെയിറ്റാടാ ഇത്. എന്തായാലും ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അതിനകത്ത് വെച്ചു. മിത്രനേട്ടനാണെങ്കിൽ ആകെ ക്ഷീണിച്ചു പോയി. അവിടെ കിടക്കുവാണ് കേട്ടോ. എല്ലാം എടുത്ത് അടുക്കി വയ്ക്കുക. അയ്യോ എനിക്ക് വയ്യേ, എല്ലായിടത്തും നോക്കി കണ്ടും വയ്ക്കുക എന്നും പറഞ്ഞ് ഓർഡർ ഇടുക. എടാ ശ്രീഹരി, നോക്കി നിൽക്കാതെ നീ ഒന്ന് സഹായിക്കടാ. അപ്പോഴേക്കും നമ്മുടെ ഹരി പറഞ്ഞു, ഉണ്ണിക്കുട്ടാ നീ അതെടുത്ത് അയാളുടെ തലയിലോട്ട് വെച്ച് കൊടുക്കുക. ഈ കൊട്ടേഷൻ വിടാനല്ല, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എൻ്റെ പൊന്നെ, ഞാൻ ഹെൽപ്പല്ലേ ചെയ്തത്, നീ എന്താ ചെയ്തത്? നീ പൂ എടുത്തോണ്ട് വന്നു, ഞാനൊരു സോഫയും ചുമന്നുകൊണ്ടല്ലേ വന്നേടാ. ഹരി, നാളെ ഫ്ലവറൊക്കെ നേരത്തെ എത്തൂലേ? അതൊക്കെ ഞാൻ ഉണ്ണിക്കുട്ടനെ സെറ്റാക്കിക്കോളാം. വാടിയ പൂവൊന്നും എടുത്തേക്കല്ല. ഈ ഇവൻറ്റിന് എന്തെങ്കിലും പോരായ്മ വന്നാൽ പല്ലവിക്കാൻ നാണക്കേട്. സേതുവേട്ടൻ ഒന്നിനും കൊണ്ട് പേടിക്കണ്ട. നാളെ കൊണ്ട് നമ്മൾ എല്ലാം സെറ്റാവും. ആ പ്രിൻസിപ്പിള് പല്ലവി ചേച്ചിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. എന്തായാലും പല്ലവി ഇടപെട്ടതുകൊണ്ട് പാർട്ടി പോരായിരുന്നു എന്ന് ആരും പറയരുത്. അതിൻ്റെ നാണക്കേട് J2 കമ്പനിക്ക് മാത്രമല്ല, എനിക്കും കൂടെയാണ്. പല്ലവിയുടെ മുമ്പിൽ സെറ്റായിരിക്കണം. ഉണ്ണിക്കുട്ട, വണ്ടിയിൽ നിന്നൊന്നും എടുക്കാൻ ബാക്കിയില്ലല്ലോ അല്ലേ? ഇല്ല, എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ സാധനമൊക്കെ എടുത്ത് വെക്കണേ. ഇനി ഞങ്ങളിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഹരിയും ഉണ്ണിക്കുട്ടനും കൂടെ ചോദിക്കുകയാണ്. അതായത് അവർ പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ വേണ്ട, നിങ്ങൾ ഫ്ലവർ എടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി, ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പോൾ മിത്രം പറഞ്ഞു, എന്നാൽ ഞാനും പോവാ, നല്ല വിശപ്പ്. ആ പൂക്കടയുടെ പുറകിലെ നല്ല ചൂട് പൊറോട്ടയും മട്ടനും കിട്ടുന്നൊരു കടയുണ്ട്. ഇയാൾക്ക് ഇത് തന്നെയാണോ പണിയെന്ന് പറഞ്ഞ് നമ്മുടെ ഹരിയും ഉണ്ണിക്കുട്ടനും. എൻ്റെ പൊന്നും മിത്രേട്ടാ, തിന്നും കുടിച്ചും കിടന്നുറങ്ങിപ്പോവരുത്, നാളെ പന്തൽ സെറ്റ് ചെയ്യാനുള്ള. അല്ല, സേതുവായിട്ട് വരുന്നില്ലേ?
അല്ല ഞാനേ പല്ലവി ഒന്ന് കണ്ടിട്ടങ്ങ് വരാം. നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞ് എല്ലാവരുടെ കളിയാക്കാം കേട്ടോ. അപ്പോഴേക്കും ആ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരികയാണ്. നമ്മുടെ സേതുവിനെയും പല്ലവിയെയും ചതിക്കുന്ന സെക്യൂരിറ്റിയിലെ അയാൾ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് സേതുവിനോട് ഭയങ്കര ചിരിയോടെയും സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്. നാളത്തെ പരിപാടി അടിപൊളിയായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് സേതു പറഞ്ഞു, ജേറ്റും കമ്പനി നടത്തിയ പരിപാടി എവിടെയെങ്കിലും പൊളിഞ്ഞ കേസുണ്ടോ? അതില്ല. പിന്നെ പല്ലവി ടീച്ചർ അവിടെ ഡാൻസ് പ്രാക്ടീസിലാണ്. എവിടെ? അപ്പുറത്തെ റൂമിലേ. ആണോ? എന്നാൽ ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സേതു അങ്ങ് പോവാണ്. അപ്പോൾ ഇയാളൊരു ഒരു ദേഷ്യത്തോട് കൂടിയിട്ടും ഒരു കുശാഗ്ര ബുദ്ധിയോട് കൂടിയിട്ടൊക്കെ സേതുവിനെ ഇങ്ങനെ നോക്കുക, എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ. എന്തായാലും നമ്മുടെ പല്ലവി അവിടെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സേതു ചെന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. പല്ലവി കണ്ടില്ല. പല്ലവി കറങ്ങി തിരിഞ്ഞ് വരുന്നതിനിടയിലാണ് സേതുവിനെ കണ്ടത്. പല്ലവി ഒന്ന് ചമ്മി. അല്ല, താൻ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ. അതെ, ഞാൻ പഴയ കലാതിലകോ മാഷേ. ചുമ്മാ. അല്ല, വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചാൽ മതി. എന്നാൽ പിന്നെ നാളെ സ്റ്റേജിൽ കയറി ഒരു അലക്കിക്കൂടെ? ഒരു മുറി വന്ന് പാർത്താവയാ എൻ മനം നീ അറിന്തായ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്തായാലും രണ്ടുപേരും കൂടെ പൊട്ടി ചിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഡാൻസ് അതങ്ങ് പൂർത്തിയാക്കട്ടെ കേട്ടോ. പല്ലവി, എപ്പോഴാണ് ഇത് കഴിയുന്നത്? ഒരു അരമണിക്കൂർ കഴിയും. എന്നാൽ ശരി. അപ്പോഴേക്കും പുറത്ത് നല്ല മഴ പെയ്യുക കേട്ടോ. നല്ല മഴയാണല്ലോ സേതു കേട്ടോ. നാളത്തെ ഇവൻ്റെ കൊളാവോ? അതൊന്നുമില്ല, നീ പേടിക്കൊന്നും വേണ്ട. എന്നാൽ ശരി. ഏതായാലും നമ്മുടെ സേതു അങ്ങ് പോവുകയാണ്. പല്ലവി ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഇന്ദ്രനും ഇന്ദ്രൻ്റെ അമ്മയുമാണ്. ഇന്ദ്രനാണെങ്കിൽ ടി വി എന്തോ ഗെയിമൊക്കെ ഓളിയത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുക. എടാ നിനക്ക് വട്ടായോടാ, മനുഷ്യൻ്റെ ചെവി പൊട്ടിപ്പോകുമല്ലോ. വട്ടായെന്ന് ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഇവൻ്റെ വയലൻ്റ് ആകാൻ തുടങ്ങി. ഇവൻ്റെ ഒരു നോട്ടം കണ്ടപ്പോഴേക്കും രാജലക്ഷ്മി പേടിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആവുക. അയ്യോ, ഇവൻ്റെ നോട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ എൻ്റെ കോങ്ങയ്ക്ക് വന്ന് പഠിക്കുന്നത്. അപ്പോഴേക്കും ഇവനിത് ശ്രദ്ധിച്ചു. ഇവൻ ചോദിച്ചു, അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇച്ചിരി സൗണ്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ ഹരം ഒന്നുകൂടെ കൂടിയേനെന്ന് പറഞ്ഞതാ. അപ്പോൾ അവൻ ഇച്ചിരി കൂടെ സൗണ്ട് അങ്ങ് വെച്ചു കേട്ടോ. എൻ്റെ പൊന്നോ, മഴ പെയ്ത് തോർന്നതുപോലെ ഉണ്ട്. ഇവനെ എത്രയും പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവരെയും കൂടെ ഇവൻ വട്ടാക്കും എന്ന് നമ്മുടെ ഈ സ്ത്രീ ഇങ്ങനെ ഓർക്കുകയാണ്. ആ സമയത്താണ് ഇവനൊരു കോള് വരുന്നത്. അതായത് ഇന്ദ്രനൊരു കോള് വരുന്നത്. എന്തായി കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരി, താൻ ഫോൺ വെച്ചോ, ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ സെക്യൂരിറ്റി ആട്ടോ വിളിച്ചത്. അപ്പോൾ രാജലക്ഷ്മി ഇതെന്താണെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അമ്മേ സക്സസ്, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. എന്തായാലും പുറത്ത് പോകുന്നതൊക്കെ കൊള്ളാം. തിരിച്ചു വരുമ്പോൾ കള്ളും കഞ്ചാവും വലിച്ചു കയറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. ഇല്ല അമ്മേ, ഇല്ല. അമ്മയുടെ മോൻ വരുന്നതേ നല്ല കുട്ടിയായിട്ടായിരിക്കും. അമ്മയ്ക്ക് സന്തോഷം നൽകുന്നൊരു വാർത്തയായിട്ടായിരിക്കും. അത് മതി. അമ്മയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാൻ എന്തെങ്കിലും മേടിക്കണോ? എനിക്കിന്ന് ഒരിക്കലാടാ. ഇനി എന്തെങ്കിലും കഴിക്കുന്നതേ നാളെ സൂര്യോദയത്തിന് ശേഷം മാത്രമാണ്. എന്തേലും ആട്ടെ. അമ്മ ഈ വ്രതമൊക്കെ പിടിക്കുന്നതേ എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ? അതെ, അമ്മ വിഷമിക്കണ്ട. അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം കേട്ടോളൂ. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം. വണ്ടി പതുക്കെ ഓടിക്കണേ. ഇല്ലെന്നേ, ഞാനിപ്പോൾ 40-45 പോകാറില്ല. എന്തായാലും ഇടയ്ക്കൊക്കെ വട്ട് കാണിക്കുമെങ്കിലും എൻ്റെ കുട്ടി ഒരു പാവോ, ഒരു സാധു എന്നും പറഞ്ഞിട്ട് രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇന്ദ്രൻ നേരെ പോകുന്നത് ഈ സെക്യൂരിറ്റിയെ കാണാൻ വേണ്ടിയിട്ടാണ്. സെക്യൂരിറ്റിക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് ഈ ഇന്ദ്രൻ തൻ്റെ ആവശ്യം പറയുകയാണ്. മാത്രമല്ല ഇയാളുടെ കയ്യിലേക്ക് ഒരു മൊബൈൽ ജാമറും കൊടുക്കുന്നുണ്ട്. ഈ സാധനം ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു ഫോണും വർക്ക് ചെയ്യില്ല. അങ്ങോട്ടും കോൾ പോകില്ല, ഇങ്ങോട്ടും കോൾ വരില്ല. സാറ് പൊക്കോ, സാറിനെ ആരും കാണണ്ട എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കി നമ്മുടെ ഇന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സീ യു അഗെയിൻ. താങ്ക് യു.